ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഷൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ സെറ്റപ്പ് നമ്മളെ വീട്ടിൽ തന്നെ നമുക്കൊരു ചാർട്ട് വാങ്ങിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെറിയൊരു ഷൂട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ മൊബൈൽ ഫോണിലായാലും ശരി തന്നെ, അതുപോലെ ക്യാമറ ഉള്ളവർക്ക് ക്യാമറയിലായാലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ സിമ്പിൾ സെറ്റപ്പ് വീട്ടിലെങ്ങനെ, ഇതിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന സ്റ്റുഡിയോയിലാണെങ്കിലും വീട്ടിൽ നിങ്ങൾക്ക് ഇത് നൈസായിട്ട് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ വീട്ടിലെങ്ങനെ ഈ കാര്യം ട്രൈ ചെയ്യാമെന്ന് നമുക്ക് എന്തായാലും നോക്കാം. ഇതിൻ്റെ ക്യാമറ സെറ്റിങ്സ്, ലൈറ്റ്, എങ്ങനെ പ്രോഡക്റ്റ് പ്ലേസ് ചെയ്യാം എന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കാണുക. നമുക്ക് എന്തായാലും ഒരുമിച്ച് ഒന്ന് പഠിച്ച് മുന്നോട്ട് വരാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലൈറ്റും കാര്യങ്ങളെല്ലാം ഈ ഒരു ഇതിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്കിത് വീട്ടിൽ സെറ്റ് ചെയ്യാന്നുള്ള വീട്ടിൽ ഒരു നമ്മളെ ഭിത്തിയിലാണെങ്കിൽ ഇതുപോലെ ഒരു ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ പ്രോഡക്റ്റ്, ഇനിയിപ്പോൾ എൻ്റെ 7up ഒരു ബോട്ടിലുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ഞാൻ ജസ്റ്റ് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു വർക്ക്, ഒരു ഷൂട്ട് ചെയ്യാം എന്നുള്ള ലെവലിലാണ് ഞാൻ ചെയ്യുന്നത്. അല്ല, നമുക്ക് നോർമലായിട്ട് ചെയ്യാനായിട്ടെങ്കിൽ ചെയ്യാം അത്യാവശ്യം. പക്ഷേ എനിക്കിത് ക്രിയേറ്റീവായിട്ട് ഒരു സാധനം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. ഇതാണ് നമ്മുടെ ക്യാമറ എന്ന് പറയുമ്പോൾ സോണിയുടെ ക്യാമറയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ സോണിയുടെ ക്യാമറ. ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഷൂട്ട് തുടങ്ങാം. ക്യാമറ ഓൺ ചെയ്യുകയാണ്. ഓക്കെ, ഡിസ്പ്ലേ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡിസ്പ്ലേ നമുക്ക് ഇങ്ങനെ കാണിക്കാം. നമുക്ക് കുറച്ചുകൂടെ കാണാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മുടെ ലൈറ്റിംഗ് സെറ്റ് എന്ന ലൈറ്റ് ഫുള്ള് ഡാർക്കാണ്. അതുപോലെ തന്നെ ഞാൻ ലൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു ഓൺ ലൈറ്റാണ്. ഇവിടുത്തെ എന്ത് ലൈറ്റാണോ ആ ലൈറ്റിലാണ് ഇപ്പം ആ പ്രോഡക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ലൈറ്റ് കൊടുക്കണം. നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്കൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഇത് പ്രോഡക്റ്റിൻ്റെ ഒരു സൈഡിലായിട്ട് ഇത് ലൈറ്റ് കൊടുക്കുക. അത് ഫ്രണ്ടിലായാലും നമുക്ക് റിഫ്ലക്ഷൻ എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ചിട്ട് കൊടുക്കും. എനിക്കൊരു ഷാഡോ വേണമെന്നുണ്ട്, ഒരു ചെറിയൊരു ഹാഫ് ലൈറ്റിൽ. എൻ്റെ ഒരു സ്റ്റൈലിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഫോട്ടോസാണ് വേണം എന്നെനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് വേറെ രീതിക്ക് അത്യാവശ്യം നിങ്ങളുടെ ക്രിയേറ്റീവ് മൈൻഡ് എന്താണോ അതിൽ നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ ഒരു മൈൻഡിലാണ് ഞാൻ ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട്, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ഇവിടുത്തെ ഈ ഒരു ലൈറ്റ് മാത്രം ഓൺ ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ബാക്കി ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റാണ് ഇത്. പ്രോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്യാവശ്യം ലൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നോക്കുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ കുറക്കാം, കൂട്ടാം, ലൈറ്റ് കൂട്ടാം. അപ്പോൾ മാക്സിമം പവർ ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്കൊരു ചെറിയൊരു ഷാഡോ വേണം. ഷാഡോ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് ഒരു ഷാഡോ വേണം ഫോട്ടോയിൽ. അപ്പോഴത്തേക്കും ക്യാമറ സെറ്റിങ്സിൽ ഫുള്ള് ഡാർക്കാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ISO സെറ്റ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ISO സെറ്റ് ചെയ്യാം. ISO 100. ഓക്കെ, ഷട്ടർ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. 400 കിടന്ന് ഒരു 160. ഓക്കെ, കാരണം സ്റ്റാൻഡിലായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പിന്നെ അപ്രോച്ചർ ഫുള്ളാണ് നടക്കുന്നത്. അതിനെ കുറച്ച് ഞാനത് നമുക്ക് കാണുന്ന രീതിയിൽ. ഓക്കെ, എനിക്ക് ഈ ഒരു ലൈറ്റ് ഓക്കെയാണെന്ന് തോന്നി. എന്നാലും കുറച്ച് ISO കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 100, 150. ഓക്കെ, എനിക്ക് 320 ഞാൻ ISO വെച്ചിട്ടുള്ളത്. അതിൽ ഞാൻ ഓക്കെയാണ്. എനിക്ക് ആ ഒരു ലൈറ്റ് ഓക്കെയാണെന്ന് തോന്നുന്നു. എന്നാലും ഒരു സ്റ്റെപ്പ് കൂടെ കൂട്ടാം, ചിലപ്പം ലൈറ്റ് കുറഞ്ഞു പോയാലോ. അപ്പം ഇതാണ് എൻ്റെ ഒരു സ്റ്റൈല്. അപ്പം നമുക്ക് എന്തായാലും ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ, ആണ് ഫോട്ടോ ഉണ്ടല്ലോ. അത്യാവശ്യം വൃത്തിക്ക് നല്ലൊരു ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് ഫോക്കസ് വേണ്ടത് ഇവിടെ 7up ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ എനിക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ, കാരണം ഞാൻ അത്രയും എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്കിത് ഓക്കെയാണ്. അപ്പോൾ ഞാനെടുത്ത് നിങ്ങളെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്കത് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വേണമെന്നില്ല. ഈ ഭാഗത്ത് നമുക്കൊരു ചെറിയ, അതായത് ഈ ലൈറ്റ് വരുന്ന ഭാഗത്ത് നമുക്കൊരു ചെറിയ ലൈറ്റ് കൊടുക്കാം. നിങ്ങളെ വീട്ടിൽ എന്ത് ലൈറ്റ് ഉണ്ടോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതാണ്. ചിലർ എമർജൻസി ലൈറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മൊബൈൽ ഫോണിലും നമുക്ക് ഇതേപോലെ സെറ്റപ്പിൽ ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് എൻ്റെ. എന്നാലും അഡ്വാൻസ് ആയിട്ട് ഒരു ഫോട്ടോ കൂടെ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഒന്നും കൂടെ എടുക്കുകയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതേ സെറ്റപ്പിലാണ്. ഓക്കെ, അപ്പോഴെന്തായാലും ഷാഡോ വെച്ചിട്ട് നല്ലൊരു പടം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അടുത്ത് കാണാം. ഓക്കെ, ബൈ.